ഷാരി ഈ ബാങ്കുകളിൽ നിന്ന് ലോണുകളൊക്കെ എടുക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരുപാട് ആളുകൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും ഒക്കെ പൈസ നിക്ഷേപിക്കുന്നവരായിട്ടുണ്ട്. നമ്മുടെ അറിവില്, ഷാരികയുടെ അറിവില് ഏതെങ്കിലും ഒരു ബാങ്ക് നമ്മൾ എന്താ പറയാ അവിടെ പൈസ ഇടാൻ നേരം വൈകിട്ട് അല്ലെങ്കിൽ ലോൺ ചോദിച്ച് ലോൺ തിരിച്ചടയ്ക്കാൻ നേരം വൈകിയതിന്റെ പേരിൽ ഏതെങ്കിലും ബാങ്കുകാർ ആത്മഹത്യ ചെയ്ത ചരിത്രം ഷാരിക കേട്ടിട്ടുണ്ടോ? നല്ല ചോദ്യമാണല്ലോ. കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് നല്ല ക്വസ്റ്റ്യൻ അത്. കാരണം ലോൺ കൊടുക്കുന്ന ബാങ്കുകാർ അനുമ ചോദിച്ച ചോദ്യം ഇങ്ങനല്ലേ, അതായത് ബാങ്കുകാർ ലോൺ തരുന്നു, ആ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ബാങ്കിന്റെ എംപ്ലോയീസ് നമ്മുടെ വീട്ടിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ബാങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നും ചെയ്യുന്ന വാർത്ത കേട്ടിട്ടുണ്ടോ എന്നല്ലേ ചോദ്യം. ഇല്ല, ഇനി അത് ഉണ്ടാവുമെന്ന് തോന്നുന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ച് വിയർപ്പ് എന്താ പറയാ, നമ്മൾ പറയാ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ കൊണ്ടുപോയി നമ്മളൊരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ നിക്ഷേപിച്ചിട്ട് അത് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ചോദിക്കുന്ന സമയത്ത് ബാങ്കിന്റെ സൈഡിൽ നിന്ന് വളരെയധികം അനാസ്ഥ കാണിക്കുക. നമുക്കൊരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ലോണല്ല, നമ്മൾ ഇട്ട പൈസ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പം അനാസ്ഥ കാണിക്കുക, അത് ഗഡുക്കളാക്കി തരാമെന്ന് പറയുന്നു. പിന്നീട് അതിന് ചെല്ലുമ്പോൾ അതുമില്ല എന്ന് കൈമലർത്തി കാണിക്കുന്നു. ബാങ്കിന്റെ എന്താ പറയാ ഇപ്പോഴത്തെ ബാങ്ക് ഇപ്പോ വീക്കാണ് എന്ന് പറയാ, നമ്മൾ അത് കേൾക്കാൻ ബാധ്യസ്ഥരാണോ? ബാങ്ക് വീക്കാണെന്ന് പറയുന്നത് കേൾക്കേണ്ട ആവശ്യകത നമുക്കുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കണ്ടോണ്ട് ആർ ബി ഐയും കൂടെ ഇത് കണ്ടോണ്ടാണല്ലോ ഇരിക്കുന്നത്. എപ്പോഴും ആലോചിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെയൊക്കെ മേലാണെന്ന് പറയുന്നത്. എന്ത് തോന്നിയവാസവും ചെയ്യാൻ ബാങ്കിന്, പ്രത്യേകിച്ചും പ്രൈവറ്റ് ബാങ്കുകൾക്ക് അധികാരം കൊടുത്ത്, പ്രൈവറ്റ് അല്ല മറ്റേ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇത് കൂട്ടല്ലേ. നാഷണലൈസ്ഡ് ബാങ്കുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, ഇപ്പം എല്ലാം ലയനമാണല്ലോ, ലയനം. എനിവേ ഇപ്പോൾ സഹകരണ സംഘങ്ങളിൽ നിന്നായാലും കോർപ്പറേറ്റ്സിൽ നിന്നായാലും അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നാണ് ഇപ്പോൾ ആൾക്കാർ കുറേയൊക്കെ, ഞാനൊക്കെ ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം സൊസൈറ്റികളാണ്, സർവീസ് സഹകരണ സംഘങ്ങളാണ്, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്, പിന്നെ സഹകരണ ബാങ്കുകളാണ്. നോർമൽ ബാങ്കുകളെക്കാൾ കൂടുതൽ ആൾക്കാരെല്ലായ്പ്പോഴും അന്നന്ന് കിട്ടുന്ന വരുമാനം, ചെറുകിട വ്യാപാരികൾ അല്ലെങ്കിൽ കർഷകരൊക്കെ 100-200 ഒക്കെ വൈകുന്നേരം ഒരു 3:30 ആകുമ്പോൾ ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക, അല്ലെങ്കിൽ വീക്കെൻഡ് ആകുമ്പോൾ ബാങ്കിൽ കൊണ്ട് അടയ്ക്കുന്ന ഒരു രീതിയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ. അപ്പോൾ അവർക്ക് അതിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ബാങ്ക് ഇറക്കിയ ഒരു നോംസ് ഞങ്ങൾ ഇതിനൊന്നും ബാങ്ക് എന്ന് വിളിക്കാൻ പറ്റില്ല, സൊസൈറ്റി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും വേർതിരിവൊന്നും പാവപ്പെട്ട കർഷകനോ വ്യാപാരിക്കോ ചെറുകിട വ്യാപാരിക്കോ അറിയണമെന്നില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസ് ഏതാണ്ട് എനിക്കൊന്ന് 1 മണിക്കൂറിനുള്ളിൽ വന്നു. കട്ടപ്പനയിലെ ഒരു വ്യാപാരി, അദ്ദേഹം ഇൻവെസ്റ്ററാണ്, നിക്ഷേപകനാണ്. അദ്ദേഹം ലോൺ എടുത്ത പൈസ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ, ബാങ്കുകാർ എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതല്ല, സ്വന്തം പൈസ തിരിച്ചു ചോദിച്ചിട്ട് കിട്ടേണ്ട സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ബാങ്കിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ആവശ്യത്തിന് എന്തോ ബാങ്ക് പൈസ ചോദിച്ചു. അദ്ദേഹം നിക്ഷേപിച്ചിരുന്ന പൈസ ബാങ്ക് പ്രതിസന്ധിയിലായതിൻ്റെ പേരിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ അനുഭവം പറഞ്ഞ കേസിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് പ്രതിസന്ധിൻ്റെ പേരിൽ ഗഡുക്കളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്രേ. അപ്പോൾ എന്നിട്ടും ആ പാവപ്പെട്ട മനുഷ്യൻ, അയാളുടെ കാശാണെന്ന് ഓർക്കണം, ബാങ്കുകാർ കൊടുത്ത കാശല്ല, ആ പൈസ അതിന് സമ്മതിച്ചു ആ മനുഷ്യൻ. പോട്ടെ, ഒന്നും കിട്ടാത്തതിലും ഭേദമല്ല, എന്തെങ്കിലും കിട്ടുന്നത് ചിന്തിച്ചിട്ടായിരിക്കും സമ്മതിച്ചില്ല. അതും കൂടെ മുടങ്ങിയിട്ടാവണം ഒരു പക്ഷേ അദ്ദേഹം ആത്മഹത്യ. എന്നാലും കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതൊരു പുതിയ സംഭവമല്ല. കരിവന്നൂർ ബാങ്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂരിലെ അല്ലേ, 300 കോടിക്ക് മേളിലാണ് തരാം. അതാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ സഹകരണ സംഘങ്ങളെ തട്ടിപ്പുകൾ പുറത്തു വരുന്നത്. ഈ ബാങ്കിനെ കുറിച്ച്, ഇപ്പോൾ ഈ പറഞ്ഞ കാർഡ് ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ബാങ്കിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പുറത്തോട്ട് വരാത്തതുകൊണ്ട് അത് പറയാത്തത്. ആ ബാങ്കിലും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കോൺഗ്രസ്സുകാരായിരുന്നു, കുറേ കാലം ഭരിച്ചിരുന്നതെന്ന് പറയുന്നു. പിന്നീട് ഇപ്പോൾ ഭരിക്കുന്നത് 2 വർഷമായിട്ട് CPM ആണെന്ന് പറയുന്നത്. ആര് ഭരിച്ചാലും ആരുടെ കാശായാലും എനിക്കും കിട്ടണം പണം. അത് ഇൻവെസ്റ്ററുടെ ആയാലും വ്യാപാരിയുടെ ആയാലും അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ആയാലും പൈസ വീഴുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കല്ല, ഇവരുടെയൊക്കെ വീടുകളിലെ അക്കൗണ്ടിലേക്കാണെന്ന് എനിക്ക് തോന്നിയത്. ഈ മോളിരിക്കുന്ന ഈ സഹകരണ സംഘങ്ങളിലൊക്കെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ വീടുകളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ലോക്കർ സൂക്ഷിപ്പുകാരൻ്റെ വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ വീട്ടിലേക്കായിരിക്കാം. ഇതൊക്കെ എന്നാണ് നമ്മുടെ നാട്ടിൽ ഇരുന്ന് ചോദിക്കാനും പറയാനും ആരും ഇല്ലായിരുന്നു. കാരണം അല്ല, നമ്മുടെ സാധാരണ നമ്മൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല നമ്മളത് തിരിച്ചടയ്ക്കാത്തത്, പറ്റാത്തത് കൊണ്ടാണ്. അത്തരം സാഹചര്യങ്ങളിൽ വീട്ടിൽ ഗുണ്ടകളെ പോലെ വന്ന് ആകെ പ്രശ്നം, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ അങ്ങേയറ്റം അപമാനിക്കാൻ ശ്രമിക്കുന്നു. ഞാനൊക്കെ പേഴ്സണലി അതിൻ്റെ ഇരകളാണ്, തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ. കാരണം നമ്മളൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാർ, ഇൻക്ലൂഡിങ് മീ ടു, അറിയാവുന്ന ആൾക്കാർ ഹരാസിങ്, നമ്മൾക്ക് സിനിമയിലൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ ക്രെഡിറ്റ് കാർഡ് സമ്പ്രദായം, പേഴ്സണൽ ലോൺ, ഇതൊക്കെ നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ എന്തൊരു സ്നേഹമാണെന്ന് അറിയാം അവർക്ക്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് അലോട്ടഡ് ആയിട്ടുണ്ട്, തരട്ടെ. നമ്മൾക്ക് അറിയില്ല ആയ സമയത്ത് ക്രെഡിറ്റ് കാർഡ് എന്താ സംഭവം. അത് 75,000 രൂപയുടെ കാർഡാണ്, നിങ്ങൾക്ക് ഒരു 1.5-2 മാസം സമയം കിട്ടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാം, പതുക്കെ തിരിച്ചടച്ചാൽ മതി. പതുക്കെ തിരിച്ചടച്ചാൽ പലിശ അടക്കമാണ് തിരിച്ചടയ്ക്കുന്നത്. അതായത് വട്ടിപ്പലിശക്കാർ നമ്മൾ 5 രൂപ പലിശയ്ക്ക് മേടിക്കുക, അല്ലെങ്കിൽ 3 രൂപ പലിശയ്ക്ക് 1 ലക്ഷം രൂപ ഒരാളുടെ കടം മേടിച്ചാൽ ഇതിലും എത്രയോ ഭേദമാണെന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ ചുഴലിയിൽ പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും.
കാരണം നമ്മൾ അടച്ചാലും തീരാത്ത പലിശയും കൂട്ടുപലിശയും പിഴപ്പലിശയുമാണ് ഇവന്മാർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. 33 to 40% വരെ പലിശ ഒന്ന് ആലോചിച്ച് നോക്കണം. 33 to 40, വെറും 5% പലിശയ്ക്ക് പണ്ട് നമ്മൾ പലിശക്കാരെ കറുത്തർപ്പന്മാരെന്ന് വിളിച്ചിരുന്ന മലയാളികൾ ഇന്ന് അത് ആ സ്ഥാനത്ത് പിന്നെ എത്ര 20-30 പേരട്ടി പലിശയാണ് കൊടുക്കുന്നത്. ഇത് ബാങ്കിന്റെ തന്ത്രമാണ്. ആൾക്കാരെ മാക്സിമം കടക്കണിയിലാക്കുക. ബാങ്കിന്റെ ഇട്ടാവട്ടത്തിൽ ഇന്ന് ആരാണ് എനിക്കൊന്ന് 90% ആൾക്കാരും ഇൻക്ലൂഡിങ് കോടീശ്വരന്മാർ ഉൾപ്പെടെയും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. അതല്ല വിജയമല്യ പോലുള്ള ആൾക്കാരൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തട്ടിച്ച് വേറെ നാട്ടിലേക്ക് പോയി. ഇതാ ഇപ്പോൾ എല്ലാം കൂടെ എടുത്ത് പെറുക്കി വിറ്റ് നമ്മുടെ നിർമ്മല സീതാരാമൻ കുറെ ബാധ്യതകൾ ബാങ്കിന്റെ വീട്ടിൽ എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇത് വലിയവരുൾപ്പെടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് തട്ടിച്ച്. പക്ഷെ പാവങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ. ബാങ്കിൽ ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടി 35,000 ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ബൈക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ വീട് വെക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നു. ഒരു തവണ മുടങ്ങി കഴിഞ്ഞാൽ ഇവന്മാരുടെ കുണം അങ്ങ് മാറും. ആദ്യത്തെ ഒരു തവണ ഡേറ്റ് തെറ്റി കഴിയുമ്പോൾ, അതായത് EMI അടയ്ക്കുന്ന ഡേറ്റ് 10-ാം തീയതി ആണെങ്കിൽ ഒരു 15-ാം തീയതി തൊട്ട് വിളി വരിക. എടുത്തില്ലെങ്കിൽ ചാകുന്നവർ, നമ്മളെ വിളിച്ച് കൊല്ലുന്നവർ വിളിച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ 1 മാസത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദെൻ നമ്മൾ ആ പൈസ ഒരു 30-ാം തീയതി 1-ാം തീയതി അടച്ചതിന് ശേഷം അടയ്ക്കാൻ പറ്റിയാൽ ഓക്കെ ഭാഗ്യം. അടുത്ത മാസം നമ്മൾ ഇതുപോലെ ഇച്ചിരി ലേറ്റ് ആയിരിക്കട്ടെ, ഉടനെ അപ്പോഴും ഭയങ്കര വിളിയാണ്. ആദ്യം മര്യാദയ്ക്ക് വിളിക്കുമ്പോൾ സൗമ്യതയൊന്നുമില്ല. നിങ്ങളുടെ ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ EMI എന്താണ് അടയ്ക്കാഞ്ഞത്, പൈസ എടുത്തപ്പോൾ ആലോചിച്ചില്ലേ, വണ്ടി എടുത്തപ്പോൾ നിങ്ങളിതൊന്നും ആലോചിച്ചില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചില്ല. അങ്ങനെ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് തരുന്ന പോലെയാണ് അവരുടെ സംസാരങ്ങൾ കേൾക്കുന്നത്. എനിവേ നമ്മളെടുത്താൽ തീർച്ചയായിട്ടും അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ അവരാരും ഓസിന് തരേണ്ട കാര്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം എടുക്കുന്നത്. കയ്യിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു 90% ആൾക്കാരും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആൾക്കാരൊന്നും കയ്യിൽ പൈസ വെച്ചിട്ട് ഈ വൃത്തിയുടെ നാണം കെട്ട പരിപാടിക്ക് നിൽക്കത്തില്ല. 10 പൈസ കയ്യിലുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കും. ഡെഫിനറ്റ്ലി ആദ്യം കൊണ്ട് ബാങ്കിലായിരിക്കും ഓടി അടയ്ക്കാൻ പോകുന്നത്. ഒരു മിഡിൽ ക്ലാസ് മലയാളിയുടെ ഒരു നേച്ചർ അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ബാങ്കിനെ പറ്റിക്കാൻ ശ്രമിക്കുന്നില്ല. ബാങ്കിനെ പറ്റിക്കുന്ന ഇതുപോലെ കോടീശ്വരന്മാരാണ് പറ്റിച്ചിട്ട് പോകുന്നത്. അവരെ പറ്റിക്കപ്പെടുന്നതായിട്ട് ബാങ്ക് കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇതിനൊക്കെ പറ്റിക്കലിന് കൂട്ടു നിൽക്കുന്നത്. ബാങ്ക് ഇതൊന്നും അറിയാത്ത മൊണ്ണകളല്ല. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾ, ഈ പറയുന്ന ഈ ചെറിയ എമൗണ്ടുകൾ എടുത്ത ആൾക്കാരുടെ വീട്ടിൽ പിന്നെ 2-ാം മാസം തൊട്ട് വീട്ടിലേക്ക് വന്നേക്കുക. എന്നിട്ട് വീടിൻ്റെ അവിടെ നിന്ന് വീട്ടിൽ പാവപ്പെട്ട അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ എവിടെയെങ്കിലും പണിക്ക് പോകുമല്ലോ, ലോൺ അടച്ചില്ല. എന്നിട്ടൊരു പേപ്പർ സ്ലിപ്പ് കേട്ട് വന്ന് പെനാൽറ്റി 2,000 രൂപ 3,000 രൂപ പെനാൽറ്റി, അതായത് 5,000 രൂപ EMI അടയ്ക്കണ്ടോ, 2,000 രൂപ കൂടെ പെനാൽറ്റി അടിച്ച് 7,000 രൂപ. അതും കൂടി ഇനി അടച്ചില്ലെങ്കിൽ അടുത്ത 2,000 കൂടെ ചേർത്ത് 10,000 രൂപ. അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി. അടച്ചില്ലെങ്കിലോ ഗുണ്ടകളെ പോലെ. ഇത് ബാങ്ക് എംപ്ലോയീസ് അല്ലെന്ന് ഓർക്കണം ഈ വരുന്നത്. ഇവർ മറ്റേ ഇടയ്ക്കുള്ള ആൾക്കാർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട്, സത്യത്തിൽ കൊട്ടേഷൻ ഗുണ്ടകളും ഈ പറയുന്ന ബാങ്കുകാരും തമ്മിൽ എന്താണ് വ്യത്യാസം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവരുടെ വിളിയും പറച്ചിൽ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ വന്നുള്ള സംസാര രീതികൾ കേൾക്കുമ്പോൾ. എന്നാൽ നമ്മൾ തിരിച്ചങ്ങോട്ട് നിയമങ്ങൾ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവർ മിണ്ടില്ല. പക്ഷെ മിക്കവർക്കും അറിഞ്ഞുകൂടാ. ഓംബുഡ്സ്മാനിൽ പരാതി കൊടുക്കാമെന്നോ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ പരാതി ഒന്നും അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാത്ത ആൾക്കാരെയാണ് ഇങ്ങനെ വന്ന് ഇവർ ഭീഷണിപ്പെടുത്തി കിട്ടുന്നത് പോയിക്കോട്ടെ. അതായത് ബാങ്കിൻ്റെ റിസ്കിൽ ഇതൊന്നും നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കോടതിയിൽ കേസ് എടുക്കില്ല ഇത്, പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡിൻ്റെ വിഷയങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് തോന്നിയാസം നമ്മളോട് പറയാം. പേഴ്സണലി എനിക്കറിയാം, പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, നിൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ തന്തയുടെ വകയാണോ തള്ളയുടെ വകയാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ. അതൊക്കെ കേട്ട് നിന്നിട്ട് വിയർത്തൊലിച്ച് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവന്മാരുടെ അങ്ങോട്ട് കാശ് മേടിക്കാനുള്ള രീതിയാണ് ഞാൻ. അപ്പം ഞാൻ ചോദിക്കട്ടെ, തിരിച്ച് നമ്മൾക്ക് ആ കേസിലേക്ക് വരുമ്പോൾ ഈ നിക്ഷേപകർ എന്താണ്, ആരുടെ തന്തയ്ക്കും തള്ളയ്ക്കാണ് വിളിക്കേണ്ടത്? എത്ര നിക്ഷേപകരുടെ കാശാണ് ഇപ്പോൾ ഈ കരുവന്നൂർ ഫോർ എക്സാമ്പിൾ 1 എക്സാമ്പിളാണ്. ഇവൻ ഇൻക്ലൂഡിങ് ഞങ്ങളുടെ നാട്ടിലുൾപ്പെടെ എനിക്കൊന്ന് ചേർത്തല അർബൻ ബാങ്ക്, ചേർത്തല പട്ടണക്കാട് ശാഖ, ഏതൊക്കെയോ ശാഖകളിലൊക്കെ ഇഷ്ടംപോലെ 20-30 കോടിയുടെ തട്ടിപ്പുകളാണ് നടന്നിരിക്കുന്നത്. പട്ടണക്കാട് ശാഖ, അങ്ങനെ ഓൾ ജില്ല, നമ്മുടെ 14 ജില്ലകളിലെ സർവീസ് സഹകരണ സംഘങ്ങളിൽ നിന്നാണ് ഈ തട്ടിപ്പുകളുടെ കഥകൾ പുറത്തു വന്നിരിക്കുന്നത്. സർവീസ് സഹകരണ സംഘങ്ങളിൽ മാത്രമല്ല, പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ നിന്ന് ഒക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 300-400 കോടി. ICICI ബാങ്കിൻ്റെ സിഇഒയുടെ വരെ തട്ടിപ്പുകൾ പുറത്തിറങ്ങിയ കാലഘട്ടമാണ്. ബാങ്കുകാർ അത്ര നന്മമരങ്ങളൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നവർ ഈ ബാങ്കിൻ്റെ സാധാരണക്കാരാണ്. ബാങ്കിൻ്റെ സാധാരണ ഈ പറഞ്ഞാൽ ഈ വ്യാപാരി, അദ്ദേഹം മരിച്ചു, ആർക്ക് നഷ്ടം? അവന്മാർക്ക് ലാഭം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടം. ഈ പൈസയൊക്കെ ഇനി എന്ന് കിട്ടാനാണ് ആ മനുഷ്യൻ്റെ? ആ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലായിരുന്നോ? അയാൾ ജീവിതത്തിൽ ഓരോരോ പ്ലാനുകളുമായി എന്താ പറയാ ഊതി ഉറുമ്പി, നമ്മളെ പച്ചമലത്ത് ഊതി ഉറുമ്പി. അതായത് ഈ പറയുന്ന പോലെ ഞെരിഞ്ഞും അമർന്നും സ്വന്തം വസ്ത്രങ്ങൾ പോലും വാങ്ങിക്കാതെ അത് കീറിയതും പഴകിയതും ഇട്ടുകൊണ്ട് ചെരുപ്പ് പൊട്ടി ചെരുപ്പ് അതൊക്കെ ഇന്നും ഉണ്ട് അനുഭവം. ഇന്നും അങ്ങനത്തെ ആൾക്കാരുണ്ട്. പഴയ സാധനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരും അമ്മമാരും മക്കളുടെ പഠനത്തിനായിട്ട് കീറിപ്പറഞ്ഞതും മറ്റതും ഒക്കെ ഇട്ട് ഉള്ളിൽ, പുറത്ത് കീറിപ്പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളിലൊക്കെ കീറിപ്പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. ചെരുപ്പൊക്കെ തേഞ്ഞ് മാഞ്ഞ് ഏറ്റവും കുറഞ്ഞ ചെരുപ്പുകൾ മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ, വാച്ച് നിന്നുപോയ വാച്ചുകൾ മാത്രം കെട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ നമുക്കറിയാം.
അതൊന്നും അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മൾ ഇച്ചിരി സേവിങ്സ് വേണം, ലോൺ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇദ്ദേഹം ഈ ലോണിന്റെ വിഷയങ്ങൾ അറിയാവുന്നവരായിരിക്കാം അദ്ദേഹം സേവിങ്സ് ആക്കി ചെയ്തിട്ടത്. അപ്പോൾ അദ്ദേഹത്തിനോ ലോൺ എടുക്കുന്നതിനും അദ്ദേഹത്തിന് നമ്മൾ എന്തായിരുന്നു വ്യത്യാസം? പത്തേമാരി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് ഒരുപാട് വർഷങ്ങളോളം, അതായത് നമ്മുടെ ചെറുപ്പത്തിൽ പോയി ഒരു വാർദ്ധക്യം വരെ നമ്മൾ ഈ പ്രവാസ ജീവിതം നയിച്ച അവിടുന്ന് കഷ്ടപ്പെട്ട് വെള്ളം കുടിച്ചും ലൈഫ് തീർന്നിട്ടാണ് അവർ ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു പ്രായം കഷ്ടപ്പെട്ട് അത് ആസ്വദിക്കുക എന്നുള്ളതൊക്കെ മറന്ന് കഷ്ടപ്പെട്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് നാട്ടിൽ വന്നിട്ട് സ്വസ്ഥമായി ജീവിക്കാൻ, കുടുംബത്തിൻ്റെ ഒപ്പം സമാധാനമായി ജീവിക്കാൻ, ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ തുക മൊത്തം ബാങ്കിലിട്ട് എന്താ പറയാ അങ്ങനെ ജീവിക്കുമ്പോൾ പിന്നീട് ചെന്ന് ഇത് അവരുടെ ആവശ്യങ്ങൾ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് ബാങ്കുകാർ അവരുടെ വായ്പത്തടിക്കുന്ന സ്വഭാവം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രതീക്ഷ മൊത്തം നശിക്കുകയാണ് ഈ നിക്ഷേപകർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമേ ഉള്ളൂ, ബാങ്കുകാര് ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ ഈ ലോൺ ഒരു സ്ഥിരമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സ്ഥിരമായിട്ട് മുടങ്ങാതെ ഒരു ഗഡുക്കൾ അടച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരു മാസം ഒന്ന് മുടക്കി കഴിഞ്ഞാൽ ഇവരുടെ ഭാവം മാറി. 3ാമത്തെ മാസം ഇവർ വീട്ടിൽ വരും കാറും പിടിച്ച്. അതിന് ഒരു വിരോധാഭാസം പോലത്തെ ഒരു വാർത്തയാണിത്. അതായത് വായ്പ വാഗ്ദാനം ചെയ്ത് നിരന്തരം ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിച്ച ധനകാര്യ കമ്പനിയുടെ നടപടി വിലക്കി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അതായത് ഹലോ ലോൺ വേണോ, ഒരു പേഴ്സണൽ ലോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിരന്തരമായ ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ ഫോണിലേക്ക് വിളി വരാറുണ്ട്, മെസ്സേജുകൾ, എനിക്ക് തുരുതുരാ മെസ്സേജ് വരാറുണ്ട് പല ബാങ്കുകളിൽ നിന്നും, ലോൺ തരട്ടെ, നിങ്ങളുടെ ലോൺ സാങ്ഷൻ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം മെസ്സേജും കോളും വരും. അവസാനം ശല്യം സഹിക്കുക വയ്യാതെ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ് ഈ ബാങ്കുകൾ ആളുകളെ ഈ വലയിൽ വീഴ്ത്താൻ വേണ്ടിയല്ലേ? ഇപ്പൊ നമ്മളൊരു സെയിം ബാങ്കിൽ നിന്ന്, ചില പ്രൈവറ്റ് ബാങ്കുകളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, അങ്ങനെയുള്ള ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ പൈസ എടുത്ത് കഴിയും, നമുക്ക് ഓൾറെഡി പേഴ്സണൽ ലോൺ ഉണ്ടായിരിക്കാം, ലോണിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പെൻഡിങ്ങുകൾ ഉണ്ടായിരിക്കാം, എന്നാൽ പോലും ഇവർ കുറച്ച് നാൾ നമ്മളെ വിളിക്കും, ഫിനാൻഷ്യൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ലോൺ തരട്ടെ. അപ്പം ഞാൻ ചോദിക്കും, എനിക്ക് എൻ്റെ സിബിൽ സ്കോർ മോശമാണല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ എനിക്ക് ആവശ്യമുണ്ട് പക്ഷേ നിങ്ങൾ തരുമോ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ മാഡം എന്നൊക്കെ പറയുന്നേക്കാം. അപ്പം ഞാൻ ഇവരെന്തിൻ്റെ പേരിലാണ് ഈ ഡാറ്റാ ബേസ് എടുത്ത് നമ്മളെ വിളിക്കുന്നത്? എന്തിൻ്റെ പേര്? ഒന്ന് പെൻഡിങ്ങിൻ്റെ പേര് നമ്മൾ ബാങ്കുകാരുടെ അത്രയും ഇഷ്യൂലിരിക്കുമായിരിക്കും. ഇപ്പം തന്നെ എഡ്യൂക്കേഷൻ ലോൺ, എത്രയോ കുഞ്ഞുങ്ങളാണ് എഡ്യൂക്കേഷൻ ലോൺ. എനിക്ക് എൻ്റെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് അടച്ചുകൊണ്ടിരുന്ന ഒരു 1000-2000 രൂപയുടെ പേരിൽ ഇവൻ വലിയ കൊടികുത്തിവാണ് ബാങ്കിൻ്റെ മാനേജർ വീട്ടിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന കഥകൾ എനിക്കറിയാം. അവർ സ്ഥിരമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ കുഞ്ഞുങ്ങളൊക്കെ. ജോലി കിട്ടി അപ്പം തന്നെ ലോൺ അടച്ച് തീർക്കുക ചെയ്യുന്നത്. ഏതോ ഒരു ചെറിയ എമൗണ്ട്, ഇപ്പോൾ മാസം നമ്മൾ 10,000 അല്ലെങ്കിൽ 5,000 അടയ്ക്കണമെങ്കിൽ 4,500 ആ മാസം അടയ്ക്കാൻ പറ്റുള്ളൂ. 1,500 പെൻഡിങ് ഉടനെ NPA ആക്കും. ഇവർ പറഞ്ഞു നോൺ എന്താണ് ഒരു പേര് എല്ലാവരും പറഞ്ഞ് പഠിപ്പിക്കുന്നവർ NPA ആക്കി കളയും. NPA ആക്കി കളഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സ്കോർ മോശം, എന്നിട്ട് ഇവർ സിവിൽ സ്കോർ റെഡിയാക്കി തരുമോ? ഇല്ല. പിന്നെ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ ഉടായ്പം കൊണ്ടുവരും. സെറ്റിൽമെന്റ് ചെയ്ത ഒരു കാലത്ത് നമ്മുടെ സിബിൽ സ്കോർ, ഇപ്പോൾ എനിക്കൊന്ന് പുതിയൊരു നിയമം വരുന്നുണ്ട്, ഈ സിബിൽ സ്കോറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുമെന്നാണ് പറയുന്നത്. അതായത് ഒരു ലോൺ എടുത്തു, ഇപ്പോൾ ഈ പറഞ്ഞു തീർന്നില്ല, അതിലൊരു സംഭവം ചെന്ന് വെച്ചാൽ അടുത്ത ലോൺ അയാൾക്ക് കൊടുക്കാതിരിക്കുന്നത് ശരിയായ രീതിയല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അയാൾക്ക് അത് അടയ്ക്കാൻ പറ്റിയേക്കും. പണ്ടുമൊക്കെ ആൾക്കാർ ലോൺ എടുത്തിട്ടില്ലേ, ഈ സിബിൽ സ്കോർ ഇല്ലാഞ്ഞ കാലത്തൊക്കെ ആൾക്കാർ ലോൺ എടുത്തിട്ടില്ലേ? അന്ന് ഇത്രയും പറ്റിക്കലുണ്ടായിരുന്നില്ല. 2 ലോണും കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ അടച്ച് തീർക്കുമായിരുന്നു. ഇപ്പോൾ തിരിച്ച് ബാങ്കാണ് ഉത്തരവാദി. ഞാൻ ഇന്നും ചോദിക്കുന്നൊരു ചോദ്യം, ഏത് ചീഫ് മാനേജർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഏത് ക്ലർക്ക് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? ഒരു നിക്ഷേപകൻ ഈവൻ EMI മുടങ്ങിയതിൻ്റെ പേരിൽ, ഒരു നിക്ഷേപകരുടെയോ ആ ബാങ്കിൽ EMIയോ ലോണോ ഹോം ലോണോ മുടങ്ങിയതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്യൂണെങ്കിലും ആത്മഹത്യ ചെയ്തൊരു സംഭവം കേരളക്കരയോ ഇന്ത്യ മഹാരാജയോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, കേൾക്കാനും പോകുന്നില്ല. ഇതിപ്പോൾ വന്ന് ലോൺ എടുത്തവർ ആത്മഹത്യ ചെയ്യുന്നു, തിരിച്ചടയ്ക്കാൻ പറ്റാതെ. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? വായ്പ കൊടുക്കുമ്പോൾ ഇവരുടെ ഭീഷണി മൂലമാണ്. ഇവർ ഈ പറയുന്ന പോലെ നമ്മുടെ സ്ത്രീധന ആത്മഹത്യകൾ നടക്കുന്നു, അല്ലെങ്കിൽ ഗാർഹികപീഡന ആത്മഹത്യകൾ നടക്കുന്നു. ഈ പറയുന്ന പോലെ നമ്മുടെ അദ്ദേഹം മറ്റേ അസിസ്റ്റന്റ് ADM അദ്ദേഹം മരിച്ചില്ലേ, നവീൻ ബാബു, അദ്ദേഹത്തിനെ വാക്കാൽ കൊണ്ടാണ് കൊലപ്പെടുത്തിയത്. അത് തന്നെയല്ലേ ഒരു തരത്തിൽ ബാങ്കുകാർ ചെയ്യുന്നത്? ബാങ്കുകാർ വാക്കാൽ എത്ര പേരെയാണ് കൊന്നുകളയുന്നത്? ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ജീവനൊന്നും ഒരു വില. അപ്പോൾ അവർ അടച്ച പൈസകളോ? ഇപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മളൊരു 10 ലക്ഷം എടുത്തു, അല്ലെങ്കിൽ 5 ലക്ഷം എടുത്തു, 1 രൂപ പോലും അടയ്ക്കാതെ മുങ്ങിപ്പോകുന്നവരുടെ കാര്യം ഓക്കെ ഫൈൻ. ഇപ്പോൾ വിജയമല്യ പോലുള്ള ടീമുകളെയൊക്കെ അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. അവിടെ ബാറിലും മറ്റേ ഏതോ രാജ്യത്ത് മറ്റേ അവിടെ സുഖമായിട്ട് അയാൾ വിശാലമായിട്ട് കൂത്താടിക്കൊണ്ടിരിക്കുകയാണ്, അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മഹാരാജ് നോക്കൂത്തിയായിട്ടിരിക്കുന്നു, RBI നോക്കൂത്തിയായിട്ടിരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണല്ലോ ബാങ്കിൻ്റെ അമ്മാച്ചൻ എന്ന് പറയുന്നത്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സാധുജനങ്ങൾ എന്താണ് ഈ ബാങ്കിനേക്ക് നിർത്തുന്നത്? ഈ കാശുകാർ മാത്രമാണ്. അപ്പോൾ സാധാരണക്കാരൊന്നും ചെയ്യുന്നില്ലേ? കോടാനുകോടി ജനങ്ങൾക്ക് ഇന്നിപ്പം മോദിജിയുടെ രീതി അനുസരിച്ച് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, എല്ലാം അക്കൗണ്ട് ത്രൂ ആണ് നടക്കുന്നത്. കർഷകരൊക്കെയാണ് ലോണുകൾ എടുക്കുന്നത്. അവരുടെ ഒരു തിരിച്ചടവ് മുടങ്ങിയാൽ സത്യത്തിൽ മര്യാദ, അതായത് ഈ ബാങ്ക് എംപ്ലോയീസിനെ ഒരുപാട് ബുദ്ധിയുള്ളവരാണല്ലോ ബാങ്ക് ടെസ്റ്റ് എഴുതി പാസ്സാവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവർക്ക് മനുഷ്യപ്പറ്റില്ലാതാവുന്നവരെയാണോ എടുക്കുന്നത്?
അതും കൂടെ ബാങ്കിലെ നോംസിൽ പഠിപ്പിച്ചു കൊടുക്കണം. ആൾക്കാരെ കൊണ്ട് എങ്ങനെ സമാധാനപരമായിട്ട് തവണ വ്യവസ്ഥകളിൽ ലോൺ തിരിച്ചടപ്പിക്കാം എന്നുകൂടി ഇവർ പഠിക്കണം. ലോൺ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കസ്റ്റമേഴ്സിനും ഇവർക്കും ഈ ബാങ്ക് എംപ്ലോയീസിനും എടുപ്പിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അതുപോലെ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപകർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രിക്കോഷൻ എടുത്തിരിക്കണമെന്നുള്ളത് ബാങ്ക് വ്യക്തമായ നോംസ് കൊടുത്തിരിക്കണം. പ്രത്യേകിച്ചും ഈ സൊസൈറ്റികൾക്ക്. അത് വിദ്യാഭ്യാസം ഉള്ളതോ ഇല്ലയെന്നോ അല്ല, പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ ഇല്ല, കർഷകരെന്നോ വ്യാപാരിയെന്നോ ഇല്ലാതെ ക്ലാസ്സുകൾ കൊടുത്തിട്ട് മാത്രമേ പിന്നെ അതായത് ലോൺ കൊടുക്കുമ്പോൾ ഇവർ ഭയങ്കര ക്ലാസ്സുകളാണല്ലോ നടത്തുന്നത്. തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുമ്പോഴും ഇവർ ക്ലാസ്സുകൾ എടുത്തിരിക്കണം. അല്ലെങ്കിൽ ആ ബാങ്കിലേക്ക് ഈ സംഭവം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ കുറഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ ബാങ്കുകാർ കേമന്മാരായിട്ടും ലോൺ എടുക്കുന്ന കസ്റ്റമേഴ്സ് എന്താ പറയുന്നത് ആയുസ്സെത്താതെ മരിക്കുന്ന ഒരു കാലം വിദൂരമല്ല ഇന്ത്യയിൽ.